ഹായ് ഗൈസ്, എന്നത്തെ പോലെ ഇന്ന് ശരണ്യൊന്നുമല്ല വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. രാകേഷ് ശരണ്യയുടെ ഹസ്സാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ ഞങ്ങളിന്ന് ഊട്ടി പാലക്കാട് റൂട്ടിൽ ഇങ്ങനെ പോകുന്ന, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാമെന്ന് വെച്ചിട്ടാണ് ശരിക്കും വന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി ജീവിതത്തിൽ ആദ്യമായിട്ട് ആ 5th ഗിയർ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് 5th ഗിയർ ഇട്ടുകൊണ്ട് പോകുന്നത്. അവിടെ ആശാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മുമ്പ് 3rd ഗിയറിൽ മാത്രമേ വണ്ടി പോകാവൂ, അതിൽ കൂടുതലുള്ള 2 ഗിയർ എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ആകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും ആ പുള്ളിക്കാരത്തി കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഈ ഒരു പ്രയോഗം, ഒരു വ്ളോഗ് ഇത്തവണ ഞാൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിക്കാരത്തിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലും പിന്നെ അതിന് വഴിയോര കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഹായ്, അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങി വെച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ച് റിഫ്രഷ് ചെയ്തിട്ട് ഇതാ വീണ്ടും വന്നു കഴിഞ്ഞ് നമ്മുടെ നീണ്ട പാലക്കാടൻ റൂട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതുവരെ വലിയ കാഴ്ചകളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു, ഇത്തിരി ചിപ്സൊക്കെ വാങ്ങി, അങ്ങനെയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നല്ല നല്ല കാഴ്ചകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. നമ്മളിപ്പം തമിഴ്നാട്ടിലാണ്. എന്താ പറയുക, കുറേ സമയം 1 മണിക്കൂർ കൊണ്ട് എന്തോ ഒരു ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ റൂട്ടല്ലാതെ വേറെ റൂട്ടൊന്നും നമുക്ക് കിട്ടുന്നുമില്ല. അതാണ് പ്രോബ്ലം. എന്നാ പറ്റി? 1 മണിക്കൂർ കട്ട പോസ്റ്റായിരിക്കും. അങ്ങനെ ഞങ്ങൾ കട്ട പോസ്റ്റായിട്ടിരിക്കുന്ന സമയത്താണ് സൈഡിൽ 2-3-4 കഴുതക്കുട്ടികളെ കണ്ടത്. അപ്പോൾ അവയുടെ കളികളൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. എങ്കിലും നമുക്കത് ഒരുപാട് എൻജോയ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യലേ. നമുക്ക് സന്ധ്യയാവുന്നതിന് മുന്നേ തന്നെ ഊട്ടിയിലെ ചുരം കയറേണ്ടതുണ്ടായിരുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റായി പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഒക്കെ ഇത്തിരി ഡിഫിക്കൽറ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ടെൻഷനിലുണ്ടായിരുന്നു. പിന്നെ പോലീസുകാർ ഇടപെട്ടിട്ട് നല്ല രീതിയിൽ ബ്ലോക്കൊക്കെ മാറ്റി തരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൂട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. നമുക്ക് അത്രയധികം പരിചിതമായിട്ടുള്ള വഴികളൊന്നും അല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി നേരെ ഊട്ടിയിലേക്കുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ പുറകെ പിടിച്ചു ഞങ്ങൾ. പിന്നെ നമ്മുടെ കയ്യിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഊട്ടി മലയുടെ താഴെ എത്തണം എന്നുള്ള ലക്ഷ്യമായിട്ട് നേരെ മുന്നോട്ട് പോയപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നേരിട്ടതുപോലെ അതേ സെയിം കണക്കെയുള്ള ബ്ലോക്ക് കണ്ടു. അത് കണ്ടപ്പോഴാണ് എന്ത് ബുദ്ധിമുട്ടാണല്ലേ എല്ലാവരും അനുഭവിക്കുന്നത്. പല കാര്യങ്ങൾക്കായി, പല അത്യാവശ്യങ്ങൾക്കായി പലയിടത്തേക്ക് പോകുന്നവരായിരിക്കും ഈ ബ്ലോക്കിലൊക്കെ പെട്ട് ബുദ്ധിമുട്ടുന്നത് അല്ലേ. നമ്മളപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള മാർച്ചായിരുന്നു. അപ്പോൾ അത് ഒരു റോഡിൻ്റെ നടുക്കൊക്കെ വെച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ ഇപ്പോൾ ഊട്ടി ചുരം കയറാൻ വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ചുറ്റും 2 സൈഡിലും നല്ല വിശാലമായ മരങ്ങളൊക്കെ ഉണ്ട്. റോഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശരണ്യെ തിരക്കി ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സൈഡിലൂടെ മലയൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയത്തില്ല.
ഇപ്പം ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മുകളിലാന്ന് തോന്നുന്നു നമ്മൾ എത്തിപ്പെടേണ്ടത്. എന്തായാലും നല്ലൊരു ബ്ലോക്കിലൊക്കെ പെട്ട് ക്ഷീണമൊക്കെ കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മുന്നോട്ടിങ്ങനെ പോകാം. നല്ല തണൽ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ധാരാളമായിട്ട്. അപ്പം അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത് കമുകല്ലേ, കമുകിൻ്റെ തോട്ടം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ എന്തോ മരങ്ങളൊക്കെ ഉണ്ട്, ജാതിയാണോ എന്ന്. പിന്നെയും നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതുപോലെ നല്ല നല്ല കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കമുകിൻ്റെ വിശാലമായ ഒരു തോട്ടം തന്നെയാണ്. അത് നല്ല ഹൈറ്റിലാണ് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പോയേക്കുന്നത്. നല്ല ഭംഗിയാണ് ഒരു തോട്ടം കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പശുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരെ കാണാം. അപ്പോൾ ഈ ഒരു വ്യൂവിൻ്റെ കൂടെ അതും കൂടി ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു റോഡാണ്. സൈഡിലിങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല ആസ്വാദ്യകരമായിട്ട് ഒട്ടും ബോറടിക്കാതെ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാ കമുകില തണ്ട നല്ലതുപോലെ അതൊക്കെ കൊലച്ചൊക്കെ കിടപ്പുണ്ട്. പാക്കൊക്കെ നല്ലപോലെ കൊലച്ച് കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾ ഇറങ്ങി നിന്നൊന്ന് കണ്ടു. അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കിട്ടുന്നത് തന്നെ ഇപ്പോൾ അപൂർവമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭംഗി നമ്മൾ നല്ലതുപോലെ ആസ്വദിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ അവസാനം ഊട്ടിയിലെ മലനിരകളൊക്കെ കയറി തുടങ്ങി. കുറേ ഹെയർ പിൻ വളവുകളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു കുരങ്ങ് വന്നിരിപ്പുണ്ട്. എന്നെ കാണിച്ചിട്ടുണ്ടാണ്. ഏട്ടനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹായ്. അയ്യോ നല്ല രസമുണ്ടതിരിക്കുന്നതാണല്ലേ. ഫോൺ തട്ടിപ്പറിക്കുമെന്ന് മാത്രം ഒരു പേടിയേ ഉള്ളൂ. വിശ്വസിക്കാൻ പറ്റത്തില്ല. എപ്പോഴാണോ എന്താ നമ്മൾ പിടിച്ചോണ്ട് ഓടുന്നത്. ഒരു കപ്പിൾസ് വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് കണ്ടോ മാറി. ഇപ്പൊ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്കുള്ള ഹെയർ പിൻ വളവുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കാഴ്ചകളും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഊട്ടി മലനിരകളുടെ മുകളിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ഹെയർ പിന്നൊക്കെ കയറിയ ക്ഷീണത്തിന് നമ്മളൊരു കോഫി കുടിക്കാൻ കോഫി ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി മുന്നോട്ടുള്ള യാത്ര പോകാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസം പിന്നെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വേണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കസിൻ ചേച്ചിമാർ രണ്ടുപേരും അവിടെ ഉണ്ട്. അപ്പോൾ ചേച്ചി ഫാമിലിയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞതിന് ശേഷം പുതിയ അപ്ഡേറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് രാത്രി ആയിപ്പോയി. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പുതിയതായിട്ടൊരു അപ്ഡേറ്റ് ഒന്നും ചെയ്യാൻ. പിന്നൊക്കെ നമുക്ക് കാഴ്ചകളൊന്നും ഇല്ലല്ലോ കാണാനായിട്ട്. ഏകദേശം ഒരു 6:45 ഒക്കെ ആയി നമ്മളിവിടെ എത്തിയ ടൈമിൽ. പിന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ട് വീണു. അതുകൊണ്ടാണ് പുതിയതായിട്ട് അപ്ഡേറ്റ് ഒന്നും ചെയ്യാനിത്. ഇന്നിപ്പം പിന്നെ അതിന് ശേഷം ഇത്രയും ദൂരം ട്രാവലൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കിടന്നുറങ്ങി.
ഇപ്പം അതെല്ലാം കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അതൊക്കെയാണ് നമ്മുടെ ഇന്നലത്തെ അപ്ഡേറ്റ്സ്. പിന്നെ അത് ഇന്ന് മോർണിംഗ് ആയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ കാഴ്ചകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് നമ്മളിപ്പോൾ താമസിക്കുന്ന ആ ഒരു സ്ഥലവും അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മളിവിടെ താമസിക്കുന്ന സ്ഥലമായാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ കാഴ്ചയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ വ്യൂ ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കിളികളുടെ സൗണ്ട്, ഒച്ചകളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഫ്രഷ് എയർ ശ്വസിക്കുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് തണുപ്പൊക്കെ ആയിട്ട് നമ്മൾ രാവിലെ ഇങ്ങനെ എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗുഡായിട്ടുള്ളൊരു വൈബാണ് കിട്ടുന്നത്. പിന്നെ തണുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടുത്തെ തണുപ്പിൻ്റെ ടൈമൊക്കെ ഇത്തിരി കുറഞ്ഞു വരുന്നൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. രാത്രിയിലോ ഫീൽ ചെയ്തതിനൊക്കെ ഇത്തിരി ഒരു തണുപ്പ് മോർണിംഗിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം. പക്ഷേ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു തണുപ്പാണ് ഈ ഒരു ടൈമിൽ. എന്തായാലും നല്ലൊരു ഫീലിംഗ് ആണ് എന്തായാലും ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ താമസിച്ച ഗസ്റ്റ് ഹൗസാണ്. വിജയദീപ ഗസ്റ്റ് ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് താമസിക്കാൻ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു പ്ലേസാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കാഴ്ചകളും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല. ഊട്ടിയിൽ വരുന്ന സമയത്ത് ആർക്കെങ്കിലും ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കുനൂരിലെ ആപ്പിൾബേ റോഡിൻ്റെ സൈഡിലാണ്. പിന്നെ ഇതിൻ്റെ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. റൂം ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളും ചാർജസും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ കൊടുത്തേക്കുന്നത് കുനൂരിലെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ്, ഊട്ടിയിലെ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസസ്, ട്രെയിനിൻ്റെ ടൈമിങ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇട്ടേക്കാം. അതുപോലെ തന്നെ പിന്നെ അവർ കൊടുത്തേക്കുന്നത് ബുക്കിംഗ് ത്രൂ ഓയോ ഈസ് നോട്ട് അക്സെപ്റ്റഡ് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് അകത്തെ കാഴ്ചകളാണ്. ഇത് മെയിൻ ഹാളാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് കടക്കുന്നത്. റൂമെന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമാണ്. നമ്മൾ വീട്ടിലൊക്കെ താമസിക്കുന്ന അതേ ഒരു ഫീലാണ് ഈ റൂമിന് കിട്ടുന്നത്. പിന്നെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. നല്ല കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അത് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നമുക്ക് കംഫർട്ട് ലെവലാണ്. പിന്നെയെന്ന് പറയുന്നത് ഇവിടുത്തെ ബാത്റൂമാണ്. അതും നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ബാത്റൂം. നമുക്ക് ബാത്റൂം ഒന്നും ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ശരിയാവില്ലല്ലോ. ഇത് നല്ല ക്ലീനാണ്. അപ്പോൾ രാവിലെ നമ്മൾ റെഡി ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ചേച്ചിമാരുടെ വീട്ടിലൊക്കെ പോകണം, അവരെ എല്ലാവരെയും കാണണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് കൂനൂറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ രാമചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അവിടുത്തെ കൊത്തു പൊറോട്ടയാണ്. അപ്പോൾ ഇന്നലെ നമ്മളത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് കിട്ടി. അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കസിൻ ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്നലെ നമുക്ക് അവിടെ നിന്നാണ് ഫുഡ് വാങ്ങി തന്നത്. അപ്പോൾ നല്ല ഫുഡായിരുന്നു, ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇന്ന് അങ്ങോട്ട് തന്നെ വിട്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. നമ്മളിവിടെ പാൻഡ ആട്രിയം എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കഫേയിലാണ് വന്നേക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ആദ്യം പറഞ്ഞിടത്തേക്ക് പോകണമെങ്കിൽ ഒരു 12 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് പിന്നെ ഇവിടെ വരേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്
നമ്മൾ ഇങ്ങോട്ട് കയറിയത്. പാൻഡ ഓട്രിയം എ പ്ലേസ് ഫോർ ഫുഡ് ലവേഴ്സ് എന്നാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫുഡ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെസ്റ്റോറൻ്റാണിത്. അത്രയധികം ഇഷ്ടമുള്ള ആൾക്കാർക്ക് വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാൻഡ ഓട്രിയത്തിലോട്ട് ഓടി വന്നോളൂ കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഡിഷസ്, ഫ്രഞ്ച്, വിയറ്റ്നാം അങ്ങനെ സ്പെഷ്യലായിട്ട് ഡിഷസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ സ്നാക്സ് ഉണ്ട്, ബിവറേജസ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു സ്പെഷ്യലായിട്ടുള്ള പ്ലേസാണ്, റിലാക്സേഷന് വേണ്ടിയിട്ട് പറ്റിയൊരു പ്ലേസാണ് നമ്മുടെ പാൻഡ ഓട്രിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാർക്കിങ്ങിനെ കുറിച്ചൊന്നും നമ്മൾ വറി ചെയ്യേണ്ട. അവർ പാർക്കിങ്ങിനായിട്ട് നല്ല സ്പെഷ്യലായിട്ട് പ്ലേസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഊട്ടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പാർക്കിങ് ഭയങ്കര ഡിഫിക്കൽറ്റിയാണ് സാധാരണ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വറി ചെയ്യാതെ കയറാൻ പറ്റിയ ഒരു റിസോർട്ടാണ്. അതുപോലെ തന്നെ നല്ല അന്യമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവർ പാൻഡാസിനാണ് കൂടുതൽ ഇവിടെ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ പിക്ചേഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ പാൻഡാസ് ബിഗ് ആയിട്ടുള്ള ഫുഡ് ഈറ്റേഴ്സാണ്. അവർ നെക്സ്റ്റ് 12 hours വേണ്ടിയിട്ടുള്ള ഫുഡ് അവർ സ്റ്റോർ ചെയ്ത് നേരത്തെ വെക്കുമെന്നാണ് പറയുന്നത്. പിന്നെ വി ലവ് പാൻഡാസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കോട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഹോട്ടലിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9:30 മുതൽ രാത്രി 10 മണി വരെയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. ഊട്ടിയിൽ അറവങ്കാട് എന്ന് പറയുന്ന പ്ലേസിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് പിന്നെ നമ്പർ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും. ഈ കാണുന്നത് അവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്. കാറൊക്കെ പാർക്ക് ചെയ്യാനും പിന്നെ റിലാക്സ് ചെയ്യാനും പറ്റിയൊരു ഏരിയ. നമുക്കിവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം, ചൂട് കോഫിയൊക്കെ കുടിക്കാം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നൊരു പ്ലേസാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. നമ്മൾ രാവിലെ ഈ ഒരു തണുപ്പത്ത് നല്ല ചൂട് കോഫിയൊക്കെ വന്ന് അവിടെ ഇരുന്ന് കുടിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ഫീലാണ്. അവിടെ അവരൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോട്ടലി നേച്ചറിനും പിന്നെ അതുപോലെ ജീവികൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം ഇതിനെ. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറും അവരത് സെറ്റ് ചെയ്തേക്കുന്ന രീതി, അതിൻ്റെ ആംബിയൻസ് ഒക്കെ വളരെ സ്പെഷ്യലാണ്. നമ്മൾ ഒരു 5 സ്റ്റാർ ഒരു ഹോട്ടലിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ഒരു ഫീല് നമുക്ക് ഇവിടുത്തെ ആ ഒരു നേച്ചറും അവരുടെ ആ ഒരു സെറ്റിങ്ങും ഒക്കെ കൊണ്ട് തോന്നും. വളരെ ഭയങ്കരമായിട്ട് അവർ ക്യാഷ് ചിലവിട്ടിട്ടൊന്നും ചെയ്തിട്ടുള്ളതല്ല, എങ്കിലും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. പിന്നെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. കോഫിയിലും ഫുഡിലും ഒക്കെ നല്ലതുപോലെ ആവി പറക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ചപ്പാത്തിയും പെപ്പർ ചിക്കനുമാണ് ഓർഡർ ചെയ്തേക്കുന്നത്. പെപ്പർ ചിക്കൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, നല്ല അന്യായ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല എരിവാണ്. ഞാൻ കഴിച്ചിട്ട് എൻ്റെ കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫിയാണ്. ഈ ഒരു തണുപ്പത്ത് നമുക്ക് നല്ലതുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറും അതുപോലെ നല്ലൊരു ഫുഡാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഇവിടുത്തെ മെനു ഒക്കെ ഞാൻ ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, നിങ്ങൾക്കത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ചിൽ വിത്ത് സാറ.